ഈ ബിഗ് ബോസിൻ്റെ 25ാമത്തെ ദിവസത്തെ എപ്പിസോഡിൽ, അതായത് നിങ്ങൾ ഒരു സമയത്ത് വൈറലായ എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഈ അഖിൽമാരാർ നിൽക്കുന്നിടത്താണ് ആൾക്കൂട്ടം എന്ന് ഞാൻ പറഞ്ഞ സാധനം. അതിന് തൊട്ട് മുമ്പത്തെ ചോദ്യം എന്നോട് ചോദിച്ചത് ശ്രുതിലക്ഷ്മിയാണ്. അപ്പോൾ ശ്രുതി എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്, ബിഗ് ബോസിൽ ആര് വിജയിക്കണം, ബിഗ് ബോസിലെ വിജയിക്ക് എന്ത് യോഗ്യത ഉണ്ടാവണമെന്നാണ് അഖിൽമാരാർ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ മറുപടി, ബിഗ് ബോസ് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു ഷോയാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചു വന്നാൽ അത് ഈ റിയാലിറ്റി ഷോയുടെ മാത്രം വിജയമായിരിക്കത്തില്ല, നാടിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിജയത്തിൻ്റെ കൂടി തുടക്കമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ബിഗ് ബോസ് കേരള സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഇന്നത്തെ ചാനൽ ചർച്ചകൾ നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലിരുന്ന് പല ആശയങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്ന കണ്ടന്റ് അല്ലേ നമ്മൾ പുറത്തിരുന്ന് കാണുന്നത്. 4 രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിരുന്ന് 4 അഭിപ്രായങ്ങൾ പറയുന്നു, 4 പേരും തമ്മിലടിക്കുന്നു, അതിൻ്റെ ഇടയ്ക്കിരുന്ന് ഒരു ആങ്കർ പിരിയിടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി നടക്കുന്നു. ഇനി റിപ്പോർട്ടർ ചാനൽ എന്താ നടക്കുന്നത്, 4 മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു, 4 പേരും 4 രാഷ്ട്രീയ പക്ഷം പിടിക്കുന്നു, എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടിക്കുന്നു, ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആര് ശരി ആര് തെറ്റെന്ന് ഇതെല്ലാം കാണുന്ന പ്രേക്ഷകൻ തീരുമാനിക്കും. അപ്പം ശരിയും തെറ്റും അളക്കുന്നത് പ്രേക്ഷകരാണ്. ശരിയും തെറ്റും അളക്കാൻ, ഇപ്പം എന്നെപ്പറ്റി ഒരാൾ ബിഗ് ബോസിൽ കുറ്റം പറഞ്ഞാൽ എന്നെ ന്യായീകരിക്കാൻ എനിക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല. ഞാൻ അവിടെ തന്നെ കാണിച്ച ആക്ടിവിറ്റിയിൽ നിന്ന് ജനം തന്നെ കണ്ടെത്തി അതിൻ്റെ ശരി കണ്ടെത്തും. കേരള സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്ന ഇപ്പം എനിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഞാൻ 1 മണിക്കൂർ പറഞ്ഞ കാര്യത്തിനകത്ത് നിന്ന് ഒരു 30 സെക്കൻഡ് അടർത്തിയെടുത്ത് ഞാൻ പറയുക പോലും ചെയ്യാത്തൊരു കാര്യത്തെ പുറത്തേക്ക് പ്രചരിപ്പിച്ച് ഇവർ സ്പ്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ കഴിഞ്ഞ ദിവസം പ്രചരിക്കുന്നൊരു കാർഡുണ്ട്, ബിഗ് ബോസിൽ എന്നെ കണ്ട ആൾക്കാർക്ക് എനിക്ക് അവർ വോട്ട് ചെയ്യും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ പോപ്പുലാരിറ്റിയോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വോട്ടായി മാറുമെന്ന് ചോദിച്ചപ്പം ഒരിക്കലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് വോട്ടായി മാറില്ലെന്നും സെലിബ്രിറ്റികൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ വിലയൊന്നും ഇല്ലെന്നും, പക്ഷേ ബിഗ് ബോസ് കണ്ട ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ ഫേസ് അറിയാം, അല്ലെങ്കിൽ ഞാൻ ആരാന്നറിയാം, അവിടെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. ഇത് എനിക്ക് മനസ്സിലാവാത്തത്, ഈ ബിഗ് ബോസിന് മുൻപ് ഒരുപാട് ചാനൽ ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ എം എൻ കാരശ്ശേരി, രാജ്മോഹൻ ഉണ്ണിത്താൻ, എ റഹീം, ചേക്കുട്ടി മാഷെ, അല്ലെങ്കിൽ ജയശങ്കർ വക്കീലെ, ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടെ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടുള്ള എനിക്ക് രാഷ്ട്രീയം അറിയാഞ്ഞൂടാത്തതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് എന്നെ വിളിച്ച് ചാനലിൽ പിടിച്ചിരുത്തിയേക്കുന്നത്. ഇനി സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നാട്ടിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുവന് സ്വതന്ത്രനായി മത്സരിച്ച് അവൻ 1500 വോട്ട് ജനം ചെയ്യണമെങ്കിൽ, ഈ 1500 പേര് ഒരു 25 വയസ്സുകാരന് വോട്ട് ചെയ്യണമെങ്കിൽ അവനിൽ എന്തോ ഒരു പ്രതീക്ഷ അവർക്ക് അവിടെ തോന്നിയിട്ടല്ലേ. ഇനി അതിനു മുൻപ് ഇന്നത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവ് എടുത്താലും അവരെല്ലാം അടി വഴക്ക് കേസുകൾ, പഞ്ചായത്തിലെ കേസ്, വില്ലേജ്, ഇതെല്ലാം ഒരുപാടുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനി രാഷ്ട്രീയ സംഘർഷത്തിൽ അടികൊണ്ട് പരിക്ക് പറ്റിയ ചരിത്രം പറയണോ, അതും സംഭവിച്ചിട്ടുള്ള CPM-ൻ്റെ മർദ്ദനമേറ്റ് തല പൊട്ടിയിട്ടുള്ള പഴയ ഒരു കോൺഗ്രസ്സുകാരാണ് ഞാൻ. ഇനി ഇതെല്ലാം മാറ്റിവെക്കും, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ഏതൊരുത്തനെയും വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ കൂടെ ഇരുത്ത്. അവനാണോ രാഷ്ട്രീയം അറിയാവുന്നത്, അവനാണോ ജനത്തിന് അറിയാവുന്നതെന്ന്, ഞാൻ അവനെന്ന് പറയുന്ന വാക്കല്ല ഞാൻ ഉദ്ദേശിച്ചൊരു വ്യക്തി, വിളിച്ചുകൊണ്ടിരുത്ത്. അപ്പം ഞാൻ ഇപ്പം കുറേ ആൾക്കാർ സീറ്റ് കിട്ടി മത്സരിക്കുന്നു, ഇവരെയൊക്കെ പോലെ രമേഷ് പിഷാരടി മത്സരിക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി ജീവിച്ച് ഒരു 50ാമത്തെ വയസ്സിൽ മത്സരിക്കാൻ ഇറങ്ങിയാനല്ല ഞാൻ. എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ച് ഇനി എൻ്റെ ജീവിതം ജനങ്ങൾക്കൊപ്പം മതി, എനിക്ക് കിട്ടിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ കാട്ടിയോ ലക്ഷറി ലൈഫിനെ കാട്ടിയോ താഴേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഏറ്റവും നല്ല മൊമെൻറ്റിൽ നിന്ന് തന്നെ താഴേക്ക് വരികയും കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ ഞാൻ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആരാന്ന് നോക്കിയിട്ടില്ല, അപ്പുറത്തുള്ള ആൾ വലിയ ഫാൻ ബേസ് ഉള്ള ആളാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ ഞാൻ പറയുമ്പം വേടൻ്റെ പൊളിറ്റിക്കൽ തോട്ടിനോട് മാത്രമാണ് ഞാൻ എതിർത്ത് പറയുന്നത്, അയാളുടെ കലാകാരനെ അല്ല നമ്മൾ എതിർത്ത് പറയുന്നത്. പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുമ്പോൾ മലയാള സിനിമയാണ്, പൃഥ്വിരാജ് വലിയ ആളാണ്, അതുകൊണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയുന്ന വിഷയം ശരിയാണോ, ആ ശരി ഞാൻ തുറന്നു പറയും. അതിപ്പം പിണറായി വിജയനെതിരെ പറയുന്ന പോലെ തന്നെ ഉള്ളൂ ചില വിഷയങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുമ്പോൾ ഇതെല്ലാം ഓപ്പണായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്താണ് ഈ രാജ്യത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്ന യോഗ്യത എന്താണെന്ന് ചോദിക്കണം. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ കോളേജിൽ പഠിക്കുന്ന കാലത്തോ കുറേ സമരങ്ങൾ ഉണ്ടാക്കി ബസ്സിനും കല്ലെറിഞ്ഞ് ടീച്ചറേയും ചീത്ത വിളിച്ച് അടിയും വഴക്കും ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് മാറുന്നത്. അതാണോ നിയമസഭയിൽ മത്സരിക്കാനുള്ള യോഗ്യത? ഞാൻ എൻ്റെ സിനിമയിൽ ചോദിച്ചൊരു ചോദ്യവും ഒരു ഡയലോഗുണ്ട്, നിരഞ്ജൻ പറഞ്ഞൊരു ഡയലോഗാണ്, അത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ എഴുതിയ ഡയലോഗാണ്. അപ്പം നമ്മുടെ സ്കൂളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ ഡോക്ടറും എഞ്ചിനീയർമാരും, പിൻബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ ചിലപ്പം തൊട്ട് താഴത്തെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിന് ബാക്കിലിരിക്കുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ, ഏറ്റവും ബാക്കിലിരുന്ന് ബസ്സിന് കല്ലും എറിഞ്ഞ് ടീച്ചർമാരെയും ചീത്ത വിളിച്ച് നാട് മുഴുവൻ നടന്ന് പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നവരൊക്കെ നാട് ഭരിക്കുന്ന MLA-യും മന്ത്രിയും. ഇതാണ് നമ്മൾ കണ്ടുപഠിച്ചു വെച്ച സിസ്റ്റം. ഇതുകൊണ്ടാണ് മുൻബെഞ്ചിലിരിക്കുന്ന ഒരുത്തൻ ഒരു രാഷ്ട്രീയ നേതാവാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ എന്ന ചോദ്യം സമൂഹം ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4ാമത്തെ ബെഞ്ചിലിരുന്ന് കല്ലെറിഞ്ഞവന് നിലനിൽക്കണമെങ്കിൽ 1ാമത്തെ ബെഞ്ചിലിരിക്കുന്നവൻ വരാൻ പാടില്ല.
ശശി തരൂരിന് എന്തുകൊണ്ടാണ് അർഹമായ അംഗീകാരം കോൺഗ്രസ്സിൽ കിട്ടാത്തത്? കഴിവുള്ളവനെ എന്നും കോൺഗ്രസ്സുകാർക്ക് ഭയമാണ്. കഴിവുള്ളവനെ അംഗീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ബി ജെ പി. അത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഓരോ നേതാക്കന്മാരെ, ഓരോ കേന്ദ്രമന്ത്രിമാരെ നിങ്ങൾ എടുത്തു നോക്ക്. ഇവർക്കൊക്കെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വളരെ കുറച്ച് സമയത്ത് എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ സ്ഥാനങ്ങൾ കിട്ടിയത്? എങ്ങനെയാണ് ഇവർ എം പി ആയത്? എങ്ങനെയാണ് ഇവർ കേന്ദ്രമന്ത്രിമാരായത്? അവരുടെ കഴിവ് ഈ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തണം എന്ന് കൃത്യമാക്കി മനസ്സിലാക്കിയ ഒരു പൊളിറ്റിക്കൽ ആശയം. അവരെ വർഗീയത എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പം അവർ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ ദേശീയപാത ഡെവലപ്മെൻറ്റ്സ് മാത്രം നോക്കൂ. അദ്ദേഹത്തിൻ്റെ തോട്ട് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഇവിടെ ആരോടെ പറഞ്ഞു, ഇപ്പം എനിക്ക് കേരളത്തിൽ ആത്മീയത പ്രചരിപ്പിക്കണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. ആത്മീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരിഫ് ഹുസൈനെയും പ്രൊഫസർ രവിചന്ദ്രൻ മാഷിനെയും കൂടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടൊരു സംഘടന തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? യുക്തിവാദം പ്രചരിപ്പിക്കാനാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ ഈ രണ്ടുപേരെയും ചിലപ്പോൾ പിടിച്ചതിനകത്തൊക്കെ വയ്ക്കും. ആത്മീയത പ്രചരിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹൈന്ദവ ആത്മീയതയാണ് പ്രചരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിദാനന്ദപുരി സ്വാമിയെ വയ്ക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ള ഒരാളെ വയ്ക്കും. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് വർഗീയത പ്രചരിപ്പിക്കലാണ് ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയാണ് അവർ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ ജീവിതത്തിൽ ഇന്നുവരെ ഒരു വർഗീയത പറഞ്ഞിട്ടുണ്ടോ? ലൈഫിൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള മികച്ച ഒരു ടെക്നോക്രാറ്റ്, മികച്ച ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ, ഒരു മുൻ പൈലറ്റായിട്ടൊക്കെ ഇരുന്ന ഒരാളെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കുമ്പം കുറഞ്ഞ പക്ഷം അവരുടെ ലക്ഷ്യം അതല്ല എന്നെങ്കിലും മനസ്സിലാക്കിക്കൂടെ? വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രീബുദ്ധൻ ഒരു സംഘടന തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് കൊടിസുനിയെ പിടിച്ചു വയ്ക്കുമോ? അപ്പോൾ ഇത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും തോട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനെ നയിക്കുന്നവരിലൂടെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ബി ജെ പി ഒരു മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു, കേരളത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി ഞങ്ങൾക്കൊരു മുന്നണി വേണം, അപ്പം ഞങ്ങളുടെ ലക്ഷ്യം വർഗീയതയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ക്രിസ്ത്യാനിയായ സാബു ജേക്കബിൻ്റെ 2020 ആണോ അവർ കൂടെ പിടിക്കേണ്ടത്? അല്ല. അപ്പം അന്നേരം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, ആ പൊളിറ്റിക്കൽ മുന്നണിയുടെ ലക്ഷ്യം നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സാണ്, നാടിൻ്റെ വികസനമാണ്. അല്ലാതെ ഇവർ ഈ കേരളത്തിൽ കിടന്ന് ആക്ഷേപിക്കുന്ന ഇതൊന്നും അല്ല. അവിടേക്ക് അഖിൽമാരാർ പോകുന്നത് വർഗീയത പറയാനല്ല. അഖിൽമാരാർ പോകുന്നത് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി ഡെവലപ്മെൻറ്റ്സിനൊപ്പം നിന്ന് സഞ്ചരിച്ച് അവരുടെ സഹായത്തോടു കൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം കോൺഗ്രസ്സോ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ, ഇവരെയൊക്കെ കൂടിയിട്ട് ഇവർ മതേതരത്വം പറയുകയാണ്. അപ്പം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് വർഗീയ ശക്തികളോടും കൂടെ കൂട്ടാം. ഇപ്പുറത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് 2020 കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ സവർണർമാർ മാത്രമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ബി ജെ പി BDJs കൂടെ കൂട്ടി ഈഴവ സമുദായത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദഹിക്കാത്തത്? അപ്പം 100% നമ്മൾ കാണേണ്ടത് ആരുടെ ഇൻറ്റൻഷനാണ്, ആരുടെ ലക്ഷ്യമാണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ വോട്ട് കൊടുക്കാൻ പഠിക്കണം. ഈ പൊതുവെ അഭിപ്രായങ്ങൾ പറയാൻ മടിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അതിലൂടെ പല ഇഷ്യൂകൾ ഉണ്ടാവുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ സംസാരിക്കാറുണ്ട്, പിണറായി വിജയനെതിരെ സംസാരിക്കാറുണ്ട്, അതിനൊരു കേസ് വരെ വന്നിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ പിണറായി വിരുദ്ധതയാണോ അതോ ഈ ലെഫ്റ്റ് രാഷ്ട്രീയമാണോ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇതിൽ നിന്ന് ഏതിനോടാണ് എതിർപ്പ് ശരിക്കും? ഇത് പണ്ട് മുതലേ പറഞ്ഞ കാര്യമാണ്. അതിശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് ഞാൻ. അതിശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അതെന്താണ് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതെല്ലാം കള്ളത്തരമായിരിക്കും. കാരണം ഇവരുടെ ആശയം നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയില്ല. നിങ്ങളിപ്പോൾ പോയിട്ട് ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിളിച്ചിരുത്തിയിട്ട് ഈ കേരളത്തിൽ നടപ്പിലാക്കിയ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറയാൻ പറ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറയാൻ പറഞ്ഞാൽ കാറൽ മാർക്സിൻ്റെയും ഇവർ തുടങ്ങി വെച്ച കാലം മുതലേയുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ പറ്റുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലവർ പറയും ഞങ്ങൾ വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റായി മാറാൻ പറ്റുക? കമ്മ്യൂണിസത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യമില്ല. അവർ യുക്തിയിലാണ് വിശ്വസിക്കുന്നത്. യുക്തി കൊണ്ട് ജീവിക്കുന്ന ഒരുവൻ എങ്ങനെ വിശ്വാസിയാവാൻ പറ്റില്ല? അവനെങ്ങനെ ഇല്ലാത്ത ഒരാളെ ഉണ്ടെന്ന് സങ്കല്പിച്ച് വിഗ്രഹത്തിനകത്ത് പോയി തൊഴാൻ പറ്റും? ഇത് ഞാൻ പറയുന്നത് ഇന്നങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനില്ലെന്നോ കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസികളില്ലോ എന്നുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരിലൊക്കെ ധാരാളം ഇവരുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരും പറ്റിച്ചു വെച്ചേക്കുകയാണ്. അപ്പം ബി ജെ പി ഇത് വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ബേസ് അതാണ്. അവർ വിശ്വാസവും ദേശീയബോധം, ഹൈന്ദവത, ഇതൊക്കെ തന്നെ അവരുടെ ബേസാണ്. ആ ബേസ് എന്തുകൊണ്ട് നിലനിർത്തും എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബേസ് അതാണ്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിന്നതൊക്കെ തന്നെ ഇത്തരം ആത്മീയമായ അറിവുകളും സംസ്കാരത്തിൻ്റെ മഹിമയൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പിടിച്ചു നിന്നത്. അപ്പോൾ കമ്മ്യൂണിസത്തെ എല്ലാ കാലത്തും ഞാൻ എതിർക്കുന്നത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്.